ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ചന്ദ്രശേഖരനും ഗൗതമും സംസാരിക്കുകയാണ്. ഇടയ്ക്ക് മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നീയാണ് കണിമംഗലത്തെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ അത് കിട്ടിയിട്ട് വേണം അച്ഛൻ അറിയാത്ത ചില കണക്കുകൾ എനിക്ക് തീർക്കാൻ എന്ന് ഗൗതം പറയുന്നുണ്ട്. അതെന്താണ് ഞാൻ അറിയാത്ത കണക്കുകൾ എന്ന് ശേഖർ പറയുന്നുണ്ട്. അതൊന്നും അച്ഛൻ ഇപ്പോൾ അറിയണ്ട, പിന്നീട് ഞാൻ പറയാം എന്ന് ഗൗതം പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ഉർവശി അവർക്കുള്ള സ്നാക്സുമായി വരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രം ആക്കണ്ട, താനും മദ്യം കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കുന്നില്ല, മദ്യം കഴിക്കാതെ തന്നെ ഞാൻ ഹാപ്പിയാണെന്ന് ഉർവശി പറയുന്നുണ്ട്. കണിമംഗലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? എൻ്റെ ചന്ദ്രേട്ട, അച്ഛൻ മകൻ്റെ നേരെ കൈ നീട്ടുന്നു, മകൻ അച്ഛന് നേരെ കൈ നീട്ടുന്നു, ബഹളം വയ്ക്കുന്നു. ഏതായാലും ചന്ദ്രേട്ടൻ്റെ അമ്മ ഒതുങ്ങി കിട്ടിയല്ലോ, പേടിച്ചിട്ടേ. അച്ഛാ, ഇനി എന്താണ് മുന്നോട്ട് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നു, പോലീസിൽ എനിക്ക് വിശ്വസ്തനായ ഒരാളുണ്ട്, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിലുള്ള വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് സൂര്യയും വരുണിനെയും രാധികയും അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് നടക്കട്ടെ. ഏട്ടൻ വെറുതെ ഇരിക്കില്ല, പണവും സ്വാധീനവും കൊണ്ട് മക്കളെ രക്ഷിക്കാൻ ഇറങ്ങും എന്ന് ഉർവശി പറയുമ്പോൾ ശേഖർ പറയുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്ത് പ്രയോഗിക്കാൻ ഒരു ആയുധമുണ്ട്. നാട്ടിൽ ചില കൊലപാതകങ്ങൾ നടക്കുമ്പോൾ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ മുന്നിൽ ഇറങ്ങില്ലേ, അതുപോലെ ചിലതൊക്കെ ജെനുവിനാണ്, ചിലർ കരുതി കൂട്ടി ഇറങ്ങും. അതെന്തിനാക്കൂളം കലക്കാൻ? അങ്ങനെയുള്ളവർ നമ്മുടെ കയ്യിലുണ്ട്. അവരെ കണിമംഗലത്തേക്ക് ജാഥയായി വരും, കണിമംഗലത്തേക്ക് കല്ലെറിയും. പിന്നെ നാണക്കേടിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ അവരെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൽപ്പന നമ്മുടെ കൂടെ കൂടാൻ നോക്കുമെന്ന് ഉർവശി പറയുമ്പോൾ ശേഖർ പറയുന്നുണ്ട്, അവളൊരു ബാധ്യതയാണ്, പലപ്പോഴും അവളെ നിറം മാറി കളിച്ചിട്ടുണ്ട്, അതിനെ പകരം വീട്ടാൻ കിട്ടുന്ന അവസരമാണ് നമുക്ക്, ഒരു കാരണവശാലും അതിനെ വിട്ടുവീഴ്ച കാണിക്കരുത് എന്ന് ശേഖർ പറയുന്നുണ്ട്. അവർ മൂന്നുപേരും കണിമംഗലത്ത് നിന്ന് പോകുമ്പോൾ കൽപ്പനയും കണിമംഗലത്ത് നിന്ന് പോകണം അല്ലേ അച്ഛാ എന്ന് ഗൗതം പറയുമ്പോൾ ശേഖർ പറയുന്നുണ്ട്, സംശയം എന്താ, കണിമംഗലത്തിന് നമ്മളെ മാത്രമേ വേണ്ടൂ, നമ്മളെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ശേഖർ വീണ്ടും മദ്യപിക്കുന്നുണ്ട്. നമ്മൾ പല കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കി, കണിമംഗലത്തിന്റെ ഉത്തരം നെടുങ്ങിയില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് ശാന്തമായി ഇരിക്കുമ്പോൾ ഒരു ചെറു കാറ്റടിച്ച് കണിമംഗലം നിലം പൊത്തി. പിന്നീട് സുകുമാരിയമ്മയെ കാണിക്കുന്നുണ്ട്. സുകുമാരിയമ്മ ഒരു കുളത്തിനരികിലേക്ക് പോയിട്ട് പ്രിയങ്കയെ കുറിച്ച് ആലോചിച്ച് അവിടെ ഇരുന്ന് കരയുന്നു. പ്രിയങ്കയുടെ വേർപാട് സഹിക്കാൻ കഴിയുന്നില്ല സുകുമാരിയമ്മയ്ക്ക്. സുകുമാരിയമ്മയെ വിട്ട് പ്രിയങ്ക പോയ ആ ഒരു നിമിഷത്തെ പറ്റിയാണ് ഓർക്കുന്നത്. അവസാനമായി യാത്ര പറഞ്ഞിറങ്ങിയത്. എൻ്റെ പ്രിയങ്ക മോളില്ലാത്ത ഈ ലോകത്ത് ഞാൻ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത്? ആരെ കാണാനാ? ആരുടെ സന്തോഷം കാണാനാ? ജയിക്കണം ജയിക്കണം എന്ന് പറഞ്ഞ് നടന്നിട്ട് അവളെ എല്ലാവരും കൂടി തോൽപ്പിച്ചു. അപ്പോൾ എനിക്കും ആ വഴി തന്നെയെന്ന് സുകുമാരിയമ്മ വിചാരിക്കുന്നുണ്ട്. ആ കുളത്തിലേക്ക് ചാടാനുള്ള ഒരുക്കത്തിലാണ് സുകുമാരിയമ്മ. സ്റ്റെപ്പിറങ്ങി താഴേക്ക് വരുന്നു. വെള്ളത്തിലേക്ക് നോക്കി നടക്കുകയാണ് ചാടാനായിട്ട് തന്നെ. ഇപ്പോൾ സ്റ്റെപ്പിറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഈ സമയം രാധിക അവിടേക്ക് നോക്കിയിട്ട് സുകുമാരിയമ്മയെ കാണുന്നില്ല. അയൽപക്കത്തുള്ള ചേച്ചി പറയുന്നു, എന്തായാലും മോള് സുകുമാരിയമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്ക്. അങ്ങനെ ഇപ്പോൾ രാധിക സുകുമാരിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. വളരെ ദേഷ്യത്തോടെ ഫോൺ എടുക്കുകയാണ് സുകുമാരിയമ്മ. നാശം എന്ന് പറയുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്ക് വെച്ചു. ബെല്ലുണ്ട്, എടുക്കുന്നില്ലെന്ന് കരഞ്ഞുകൊണ്ട് രാധിക പറഞ്ഞു. ഒന്നും അറിയാത്തതുപോലെ ആളുകളെ ബോധ്യപ്പെടുത്താൻ അവളിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയങ്കമ്മോളെ കൊന്ന അവളെ വെറുതെ വിട്ടിട്ട് ഞാൻ ചത്തോട്ടെന്നോ? അല്ല, അവളോട് പ്രതികാരം ചെയ്യണം, അവളെ ജയിലിൽ അടയ്ക്കണം, അതാണ് എൻ്റെ മോളോട് ചെയ്യേണ്ടത്. ഞാൻ അവളെ ജയിലിലായാൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ പ്രിയങ്കമ്മളുടെ അരികിലേക്ക് പോകൂ എന്നും സുകുമാരിയമ്മ വിചാരിച്ചു. പിന്നീട് തന്ത്രിയെ കാണിക്കുന്നു. തന്ത്രി ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്, കാവലായി യശോദയുമുണ്ട്. തന്ത്രി ഇപ്പോൾ ചാടി എഴുന്നേറ്റു. ധൃതി പിടിച്ച് എല്ലാം വലിച്ചു പറിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ദേവേട്ട, എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് യശോദ തന്ത്രിയെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബഹളം വെക്കുകയാണ് തന്ത്രി. ഡോക്ടറോട് ചോദിക്കാതെ പോകാൻ കഴിയില്ലെന്ന് പറയുന്നു. എന്താ ഈ കാണിക്കുന്നത്? നീഡിൽ എന്തിനാണ് വലിച്ചൂരിയത് എന്ന് ചോദിച്ച് ഒരു സിസ്റ്റർ അവിടേക്ക് വന്നു. ഞാൻ പോകണം സിസ്റ്ററെ, എന്നെ ഇവിടെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തന്ത്രി ബഹളം വയ്ക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് ഡോക്ടർ അവിടേക്ക് വന്നു. സാർ, നീഡിലേക്ക് ഉരുക്കളഞ്ഞ് പോകാൻ ശ്രമിക്കുകയാണെന്ന് സിസ്റ്റർ പറയുന്നു. എന്ത് പറ്റി എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു, ഇല്ല സാർ, ഇല്ല ഡോക്ടർ, എൻ്റെ ജീവൻ നിലനിർത്താൻ ഞാനിവിടെ കിടക്കുന്നതിൽ അർത്ഥമില്ല. എൻ്റെ മോള് മരിച്ചു, നേരായ ഒരു സംസ്കാരവും അവൾക്ക് കിട്ടിയിട്ടില്ല, അവൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ബാക്കി കിടക്കാണ്. എൻ്റെ മോൾക്ക് പരലോകത്തെങ്കിലും മോക്ഷം കിട്ടണം, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഒരു അച്ഛൻ്റെ ബാധ്യതയല്ലേ? എല്ലാം നമുക്ക് ശരിയാക്കാം, അങ്ങയുടെ കണ്ടീഷൻ ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് ഡോക്ടർ
അവളുടെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നതുവരെ എനിക്കൊന്നും സംഭവിക്കില്ല. അങ്ങ് എന്നെ തടയരുത്. എന്നെ തന്ത്രി, ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നവനാണ് ഞാൻ. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല സർ എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്ത്രി അവിടെ നിന്നും നിർബന്ധപൂർവ്വം ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നുണ്ട്. സി സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്. സാറേ, ഞാൻ പ്രിയങ്കയുടെ മുത്തശ്ശിയാണ്. ഇന്നാള് മരിച്ച എന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഓ ഇന്നാള് മരിച്ച സാറിനോട് ഞാൻ പറയാം, ഇവിടെ നിൽക്കേ എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. സിയയുടെ കാര്യം പറയുന്നു. ആ കണിമംഗലം കേസിൽ മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ മുത്തശ്ശി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. സാറിനെ കാണുമെന്ന് പറഞ്ഞു. കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കുമല്ലോ, പിന്നെ കുറ്റവാളികളെ തൂക്കിലേറ്റണ്ട എന്ന സ്ഥിരം വാചകവും. എന്തായാലും വരാൻ പറഞ്ഞേക്കെന്ന് CI പറയുന്നുണ്ട്. അങ്ങനെ കോൺസ്റ്റബിൾ സുകുമാരിയമ്മയെ വിളിച്ച് CIയുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. സങ്കടത്തോടെയാണ് സുകുമാരിയമ്മ സാറിന് മുന്നിലേക്ക് വന്നത്. ആദ്യം തന്നെ കൈകൂപ്പി ഒരു നമസ്കാരം പറഞ്ഞു. ഇരിക്കാൻ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു, വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ ഇരിക്കേ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവിടെ ഇരുത്തിക്കുകയാണ് പോലീസ്. CI പ്രിയങ്കമ്മളുടെ കേസ് അന്വേഷിക്കുന്നത് സാറാണെന്നറിഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതാണ് വന്നത്. എൻ്റെ പ്രിയങ്കമ്മളെ കൊന്നതാണ് സാറേ, അത് എനിക്ക് ഉറപ്പുണ്ട്. ആ വരുണം രാധികയും എന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ CI പറയുന്നു, അത്തരം ചില ആരോപണങ്ങൾ ഞാനും കേട്ടു. പക്ഷേ കൊന്നു എന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. അല്ല സാർ, അവളെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. സാറിന് വേണമെങ്കിൽ ഞാൻ തെളിവ് തരാം. അവളുടെ അച്ഛൻ കിടന്ന ആശുപത്രിയിൽ വെച്ച് അവർ രണ്ടുപേരും കൂടി അവളെ തല്ലിച്ചരച്ചു സാർ. ICUവിന് മുന്നിൽ വെച്ചാണ് അത് ചെയ്തത്. ആശുപത്രിയിൽ CCTV ഉണ്ടല്ലോ സാർ, അതൊന്ന് നോക്കണം. അപ്പോൾ അറിയാം സാറേ അവരുടെ വൈരാഗ്യം. കുറച്ചു കാലമല്ല സാർ, ഒരുപാട് നാളായി അവൾ രണ്ടുപേരും കൂടി എൻ്റെ മോളെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. സാറേ, അവർ രണ്ടുപേരും പ്രേമത്തിലാണ്. അവളെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞാണ് അവൻ നടക്കുന്നത്. ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊന്നിട്ടായാലും രാധികയെ സ്വന്തമാക്കുമെന്ന്. എൻ്റെ മോള് ഒരുപാട് സഹിച്ചു സാർ. അവളുടെ മുന്നിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും ഈ വേഷം കെട്ട് നടത്തിയിരുന്നത്. അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ വീട്ടിൽ ഇവളെയും കൊണ്ടുപോയി നിർത്തേണ്ട കാര്യമുണ്ടോ? ഒരു പെൺകുട്ടി എത്ര വേദനിച്ചിട്ടുണ്ടാകുമെന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ആകെ ഒരു തെറ്റേ ചെയ്തോളൂ, അവനെ വിട്ടു പോകില്ല എന്ന്. അന്ന് തുടങ്ങിയതാണ് ഭീഷണിയും ദേഹോദരവും പരിഹാസവും. എത്ര ദിവസം അവൾ എൻ്റെ അരികിൽ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ദേഹം വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കിയാലേ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് കൊന്നു കളഞ്ഞതാണ്. എൻ്റെ മോളെ കത്തിച്ച് കൊന്നു കളഞ്ഞതാണ്. ഇരിക്കട്ടെ, CI പറയുന്നു, ഞാൻ ഈ കേസ് വിശദമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നോക്കാം സാർ. അവർ രണ്ടുപേരെയും വെറുതെ വിടരുത്. മരിച്ചുപോയെങ്കിലും എൻ്റെ മോൾക്ക് നീതി കിട്ടണം സാറേ, സാർ കനിയണം സാറേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി സുകുമാരിയമ്മ CIയോട് അപേക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് CI സമാധാനിപ്പിക്കുകയാണ് സുകുമാരിയമ്മയെ. അന്വേഷണത്തിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിപ്പിക്കും എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ, എനിക്കെൻ്റെ മോളെ കൊന്നു കളഞ്ഞവരെ കണ്ടാൽ മതി, അവരോട് പ്രതികാരം തീർത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് സുകുമാരിയമ്മ. നിങ്ങൾ ചെല്ലി എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് സുകുമാരിയമ്മ അവിടെ നിന്ന് പോയി. തുടർന്ന് ആറ്റുശ്ശേരിയിലേക്ക് വന്നിരിക്കുകയാണ് തന്ത്രിയും യശോദയും. ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിയുള്ള വരവ് തന്നെയാണ് ഇത്. അച്ഛൻ വന്നതും ഓടി വരികയാണ് രാധിക. വയ്യാത്ത അച്ഛനെ പിടിച്ചുകൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ ദേഹത്ത് പോലും തൊടാൻ സമ്മതിക്കാതെ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് രാധിക മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നുണ്ട് തന്ത്രി. ഈ സമയം തന്ത്രി പോയ സമയം, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അമ്മ എനിക്ക് മാപ്പു തരണം എന്നൊക്കെ പറഞ്ഞ് രാധിക യശോദയുടെ കയ്യിൽ പിടിച്ച് കരയുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് രാധികയുടെ കൈ തട്ടി മാറ്റുകയാണ് യശോദ. എൻ്റെ മോളെ അവസാനമായിട്ട് ഒന്ന് കാണിക്കാറുന്നില്ലേടി നിനക്കെന്നെ എന്ന് പറഞ്ഞ് യശോദ പൊട്ടിക്കരയുന്നു. അപ്പോഴാണ് രാധികയ്ക്ക് മനസ്സിലായത് ഇവർക്ക് സത്യങ്ങൾ അറിയാമെന്ന്. അമ്മേ, അച്ഛൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ആരോടും പറയാഞ്ഞത്, അമ്മ അതൊന്ന് മനസ്സിലാക്കണം എന്ന് രാധിക പറയുമ്പോൾ യശോദ പറയുന്നു, ഇല്ലാത്ത കാര്യത്തിൻ്റെ ന്യായീകരണം നിനക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയാം. എൻ്റെ മോളെ ചുട്ടുകൊന്നത് നിനക്ക് നിസ്സാരമായിരിക്കും, പക്ഷേ ഞാൻ അവളെ പ്രസവിച്ച അമ്മയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ് യശോദ. അവരുടെ സങ്കടം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എത്രയൊക്കെയാലും സ്വന്തം മകളാണ് മരിച്ചിരിക്കുന്നത്. രാധിക വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെങ്കിലും ഒന്ന് എന്നെ മനസ്സിലാക്ക്, എന്തിനാണ് വിളിക്കുന്നത്? ഇനിയും ആരെങ്കിലും കൊല്ലാനുണ്ടോ? ഇനി നീ എന്നെ വിളിച്ചു പോകരുത് എന്നൊക്കെ യശോദ പറയുമ്പോൾ സുകുമാരിയമ്മ വന്നിട്ട് പറയുന്നു, ഇനിയെങ്കിലും ഇവളെ നീ ആട്ടി ഓടിക്കുന്നുണ്ടോ? നിനക്കല്ലേ ഇവളെ മടിയിലിരുത്തി ലാളിക്കേണ്ടത്? നീ പ്രസവിച്ച നിന്റെ മോളെ കൊന്നിട്ടല്ലേ ഇവളെ നിൽക്കുന്നത്? എത്ര കാലം മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഈ ആശ്രവിത്തിനെ എടുത്ത് വളർത്തിയാൽ ഇവളെ നിന്നെ ചതിക്കുമെന്ന്. കേട്ടോ നിങ്ങള്? അവസാനം അവൾക്കും അവളുടെ കാമുകനും ഒന്നിച്ച് ജീവിക്കാൻ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞില്ലേടി നീ? രാധിക പറയുന്നു, ഇല്ല മുത്തശ്ശി, ഞാൻ എൻ്റെ പ്രിയ ഒന്നും ചെയ്തിട്ടില്ല.
മിണ്ടിപ്പോകരുത്. നിനക്ക് എന്താടി ന്യായീകരിക്കാനുള്ളത്? ആശുപത്രിയിൽ വരുണിനെ വിളിച്ചു വരുത്തി അവളെ തല്ലിച്ചതച്ചില്ലേ? കത്തിച്ചു കളയാൻ പറഞ്ഞില്ലേ? പക്ഷെ നീയും അവനും അത് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോടി ദുഷ്ടേ. യശോദ, ഈ കാലത്തിനിടയിൽ എവിടെയെങ്കിലും നീ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഇവളല്ലാതെ വേറൊരുത്തി അങ്ങനെ ഒരു കൃത്യം ചെയ്യുമോ? നീയും ദേവനും ഇവളെ വെറുതെ വിട്ടാലും ഞാൻ ഇവൾക്ക് മാപ്പ് കൊടുക്കില്ല. എൻ്റെ പ്രിയങ്കമോളെ കൊന്നതിനുള്ള ശിക്ഷ ഇവൾ അനുഭവിക്കണം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ സുകുമാരിയമ്മ പറയുന്നുണ്ടെങ്കിലും പേരക്കുട്ടി മരിച്ചതിൻ്റെ ഒരു സങ്കടവും മുഖത്ത് കാണുന്നില്ല. വാശി മാത്രമേ കാണുന്നുള്ളൂ. സങ്കടം സഹിക്കാനാകാതെ തന്ത്രി പറയുന്നു, അവസാനമായി ഒരു നോക്ക് കാണിച്ചില്ല. അവളുടെ ചിതാഭസ്മമെങ്കിലും എന്നെ ഒന്ന് കാണിക്കാമോ? അതിനുള്ള കരുണമെങ്കിലും എന്നോടും എൻ്റെ കുടുംബത്തോടും ഉണ്ടാകില്ലേ? ദേഷ്യത്തോടെ സുകുമാരിയമ്മ രാധികയോട് പറയുന്നു, എടുത്തോണ്ട് പോന്ന് കൊടുക്കടി. നിനക്ക് വേണ്ടി പലപ്പോഴും അവളെ അവഗണിച്ചിട്ടുണ്ട്. നീ തന്നെ അവളെ കത്തിച്ച ചാരമെടുത്ത് അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കടി. ഇരിക്കട്ടെ രാധിക പൊട്ടിക്കരയുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.